ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ എന്താ പറയുക പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് വന്ന് പ്രൊഡ്യൂസറിനെ അഭിലാഷിന് കൈമാറുകയും അങ്ങനെയാണ് ഈ സിനിമ ഓണാവുന്നത്. അപ്പോൾ ഒരുപാട് താങ്ക് യു ജിതേഷ്. അങ്ങനെ സിനിമയിൽ അങ്ങനെ ആരും ചെയ്യാറില്ല. കാരണം ഞാൻ പരിചയപ്പെട്ടേക്കുന്ന ഒരുപാട് പറയുന്നത് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ പേര്. കാരണം ഇപ്പോൾ എന്താ പറയുക എല്ലാവർക്കും നമ്മൾ ആദ്യമേ മേളിലെത്തണം എന്നൊക്കെയുള്ള ചിന്തയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും ഉണ്ടാവുക. പക്ഷെ എന്താ പറയുക സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് കിട്ടി. റോണി ചേട്ടൻ, സഞ്ജു, അനൂപ്, അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ട് കിട്ടി. അപ്പൊ സൗഹൃദമാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത്. സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള സൗഹൃദവും ഒരുപാട് പേരുണ്ട്. അപ്പൊ താങ്ക് യു എവരി വൺ ഇവിടെ വന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ടീവായിട്ട് ഇരുന്നതിന് ഒരുപാട് താങ്ക് യു. അഭിനയൻ സാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് എപ്പോൾ സ്റ്റേജിൽ കയറി എന്നെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കണ്ടെന്നത്. കാരണം ഞാൻ അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമയെ സ്നേഹിക്കുന്നത്. അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമ ചെയ്യാനായിട്ട് ഓരോ സിനിമയും അപ്രോച്ച് ചെയ്യുന്ന ആ രീതിയിലാണ്. അപ്പോൾ 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ എൻ്റെ കരിയറിൽ തന്നെ സംഭവിച്ച ഏറ്റവും വലിയൊരു സിനിമയാണ്. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അറിവുകളും തിരിച്ചറിവുകളും ഒക്കെ പകർന്ന സിനിമയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. വീണ്ടും താങ്ക് യു സാർ എന്നെ ആ സിനിമയിൽ കാസ്റ്റ് ചെയ്തില്ല. ഞങ്ങളിപ്പോൾ വലിയൊരു പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ ഉണ്ടാവും. ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യത്തിലാണ്. താങ്ക് യു സാർ ഇന്നിവിടെ വന്ന് ഈ ഒരു വേദി ഇത്രത്തോളം മനോഹരമാക്കിയാൽ ഒരുപാട് താങ്ക് യു. പിന്നെ കലൈ 19-ാം നൂറ്റാണ്ടിൽ എന്താ പറയുക ഞാൻ എല്ലാം പെട്ടെന്ന് പഠിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവരൊരു സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം കലയാൻ ബാലാജി ഇടത്തും വലത്തും നിന്ന് എന്നെ എന്താ പറയുക നമ്മളിപ്പോൾ ഞാൻ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല. ഞാൻ എഫേർട്ട് ഇടാൻ തയ്യാറാണ്. പക്ഷെ ഈ ഫൈറ്റ് ചെയ്യുന്ന പരിപാടിക്ക് കുറച്ച് ചെറിയ ടെക്നിക്കുകളും ചെറിയ നാക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. വെറുതെ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല. അതിൻ്റെ ടെക്നിക്കാലിറ്റീസും ചെറിയ നാക്കുകളൊക്കെ ഇവരാണ് എനിക്ക് പകർന്നത്. അപ്പോൾ ആ ഒരു സിനിമ എനിക്ക് തന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് കലൈ. പിന്നെ സുപ്രീം മാസ്റ്ററിൽ നിങ്ങളുടെ കലൈ ഇപ്പോൾ ഗംഭീര മാസ്റ്ററായി വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു ഫോർ ജോയിനിങ് ഈ ഒരു സിനിമയുടെ ഭാഗമാകാനായിട്ട്. അപ്പോൾ എനിക്ക് സംശയമായിരുന്നു. ഞാൻ അഭിലാഷത്ത് കലൈ ചെയ്യൂ ഇങ്ങനെ നമ്മുടെ ഒരു സിനിമയിൽ കലയൊക്കെ ഒന്ന് ചെയ്യൂ. കല ഇപ്പം മാർക്കൊക്കെ ചെയ്ത് വലിയ പടങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഒരുപാട് നന്ദി ഉണ്ടാവും ഫോർ ജോയിനിങ്. എൻ്റെ കോപിച്ചാൽ നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഹ്യൂജ് ഫാനാണ്. ഒരുപാട് എന്താ പറയുക പാട്ടുകൾ ഞങ്ങൾക്ക് സമ്മാനിച്ച. അപ്പോൾ ഈ സിനിമയിലൂടെയും എന്താ പറയുക എൻ്റെ സിനിമയിലും ചേട്ടൻ്റെ പാട്ടുണ്ടായാലും ഒരുപാട് താങ്ക് യു. പിന്നെ റോണി ബ്രോ താങ്ക് യു. ഞങ്ങളിപ്പോൾ ഡിറ്റക്റ്റീവ് വെച്ചിട്ട് എന്താ പറയുക ചെയ്ത് കഴിഞ്ഞ് വന്നുള്ളൂ. അപ്പൊ തന്ത്രങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, ചേട്ടൻ പഠിച്ചു എന്നുള്ളൂ. എനിക്കിപ്പോഴും തന്ത്രങ്ങൾ അറിയില്ല. എന്താ പറയുക എന്ത് കാര്യവും ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ കിട്ടുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ തന്ത്രമൊന്നുമില്ല. എൻ്റെ ആത്മാർത്ഥതയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം തന്നെയാണ് എൻ്റെ തന്ത്രം. അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും താങ്ക് യു ചേട്ടാ. അതുപോലെ തന്നെ സഞ്ജു താങ്ക് യു. ഞങ്ങൾ 2014 ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന് പറയുന്ന സിനിമ തൊട്ട് ഉള്ള സൗഹൃദമാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നു. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരുപാട് പരിചയമുള്ള പോകുന്നുണ്ട്. അശ്വിൻ ഹായ്. അടുത്ത സിനിമയിൽ വിളിച്ച് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ കമ്മിങ്. എല്ലാവർക്കും തുടങ്ങി എല്ലാവരെയും എടുത്തെടുത്ത് പറഞ്ഞ് അവരോടുള്ള ഒരു സ്നേഹവും നന്ദിയുമാണ് ചേച്ചിയാണ് ഇവിടെ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചത്. അത് എനിക്ക് മാത്രമാണോ തോന്നിയത്? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയെങ്കിൽ അദ്ദേഹത്തിനൊരു നല്ലൊരു കൈഡി കൊടുക്കാം. എന്നൊരു വലിയ വിജയമായി തീരട്ടെ. പിന്നെ എത്ര സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാര് എവിടെയൊക്കെ വന്നാലും കഴിവുള്ളവനെ ലോകം അംഗീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. അതിനൊരു തെളിവ് കൂടെയാണ്. ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തട്ടെ. ഞാൻ വിചാരിച്ചു ക്ഷയിക്കേണ്ട ഞാൻ സെൽഫിഷ് എന്ന് പറയുന്നത് നമ്മൾ സിനിമയിലുള്ളവർ മാത്രം ഉദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാവരും സെൽഫിഷാണ്. എല്ലാവരും അവരുടെ കാര്യം എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ ആ സെൽഫിഷ്നെസ് അധികം കാര്യമില്ലെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദുരന്തങ്ങൾ അനുഭവിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്. അതിലൊന്നും കാര്യമില്ല. ഇത്രയും സെൽഫിഷായിട്ടൊന്നുമില്ല. മനുഷ്യരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു ഫാക്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സൂരജിന് ഞാൻ വിട്ടുപോയിട്ട് സൂരജ് ടോ താങ്ക് യു. അദ്ദേഹമാണ് ഈ പ്രൊഡക്ഷൻ്റെ ആദ്യത്തെ അല്ലേ
നിങ്ങളുടെ ആദ്യത്തെ സംരംഭത്തിന് തുടക്കമിട്ടത് അത് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ സക്സസ് ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു മനോധൈര്യമാണ് മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ സൂരജ്, അതിൽ നിങ്ങൾ വിജയിച്ചു. താങ്ക് യു. നിങ്ങളത് വിജയിപ്പിച്ചില്ലാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിലേക്ക് എത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പോൾ എല്ലാവർക്കും നന്ദി കേട്ടോ. താങ്ക് യു സോ മച്ച്.